നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു. കേസിൽ വിധി പറഞ്ഞത് അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് വി മഞ്ജു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയത് പോലീസും പ്രോസിക്യൂഷനും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇക്കാര്യത്തിൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഏലം കർഷകർക്ക് കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി വണ്ടൻമേട് കാടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ. ചിന്നക്കനാലിൽ വനം വകുപ്പ് നടത്തിയ ശ്രമം ഇടുക്കി ജില്ലയിലെ കുത്തകപ്പാട്ട ഭൂമി വനഭൂമിയാക്കി മാറ്റിയെടുക്കുവാനുള്ള പ്രാരംഭ നടപടിയെന്നും ആരോപണം. പക്ഷാഘാതമടക്കമുള്ള ഗുരുതര രോഗാവസ്ഥ നേരിടുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇടുക്കിയിൽ ഇല്ലെന്ന് പരാതി. അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൗകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്നും ആവശ്യം. വിശദമായ വാർത്തകൾ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു. അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് വി മഞ്ജുവാണ് കേസിൽ വിധി പറഞ്ഞത്. പ്രതി കുറ്റം ചെയ്തുവെന്നതിന് മതിയായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസി അർജുനെയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത്. പ്രതിക്ക് ശിക്ഷ ലഭിക്കത്തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല. പ്രതിയും അയൽവാസിയുമായ അർജുൻ 3 വയസ്സ് മുതൽ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുകയും 6-ാം വയസ്സിൽ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു കേസ്. നാടിനെ നടുക്കിയ കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ലെന്നും 2.5 വർഷക്കാലം ഒരു യുവാവിനെ ജയിലിൽ അടച്ച് പോലീസ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ SK ആദിത്യൻ പറഞ്ഞു. 100% എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? അവൻ DYFI നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ പോലീസിൻ്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ മറ്റു ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തീർച്ചയായും ഞങ്ങൾ അവസാനം ഈ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് തന്നെ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ കേസിൽ ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു, കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്യും വ്യക്തമായി. കാരണം ഒരു വ്യക്തിയെ 2.5 വർഷം യാതൊരുവിധ കുറ്റവുമില്ലാതെ തടവിലിട്ട് ഇതുപോലെ ക്രൂരമായി അവനെ കൊണ്ട് ടോർച്ചർ ചെയ്ത് അവൻ്റെ ശരീരത്തിലെ രോമവും കുന്നും അങ്ങോട്ടച്ചക്കറും എല്ലാം പറിച്ചെടുത്ത് ഓരോരോ കൃത്രിമ തെളിവുണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ ബാക്കി SHOയോട് ചോദിക്കുക അയാൾ എന്താ തെളിവെന്ന് പറയട്ടെ. അതുപോലെ ക്ലീൻ ആയിട്ടുള്ളൊരു കേസാണിത്. അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിൽ നീതി നടപ്പിലാക്കിയത്. കുറ്റപത്രം സമർപ്പിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത്. കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും കണ്ടെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അർജുനെ പോലീസ് പിടികൂടിയത്. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. 2021 സെപ്റ്റംബർ 21-ന് കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, ബലാത്സംഗം, പോക്സോ എന്നീ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സാക്ഷികളാക്കിയിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള. ആവശ്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്ക് അവസരം കിട്ടി. DNA പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ ഇല്ലായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കി.
പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ പോരായ്മ എന്ന് പറയാൻ ഇല്ല. പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പോരായ്മകൾ അവരെ അറിയാതെ തന്നെ വരാൻ ഇടയുണ്ട്. അതുപോലൊക്കെ ഈ കേസിലും വന്നിട്ടുണ്ടാകാം, അതേ ഉള്ളൂ. അല്ലാതെ അതൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണെന്ന് പറയാനുള്ള അതൊന്നും അങ്ങനെ പറയാനാവില്ല. തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരം ആദ്യം ഇത് അപകട മരണമെന്ന് പറഞ്ഞ് ഈ ഷാളിൽ കുരുങ്ങി കുഞ്ഞിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ പ്രതിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പ്രതിയും ആ സമയത്ത് ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ആ സമയത്ത് ഈ പ്രതിയെ ഇവർക്കാർക്കും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അവരുടെ ഒരു മകനെ പോലെ വിശ്വസിച്ച ഒരാളാണ്. അത് തെളിവിലും അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ തെളിവ് വെച്ചിട്ട് ഇവർക്ക് അവരെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. ആ സമയത്ത് തന്നെ പ്രതി ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ നമുക്ക് കീറി മുറിക്കണോ, ഇതിന് കേസ് കൊടുക്കണോ, ഇത് ഷാളിക്കുരുക്കി മരിച്ചതിന് പോലീസ് എന്തിനാണ് വരുന്നത് എന്നൊക്കെ ആളുകളോട് അന്വേഷിക്കുന്നുണ്ട്. ആ ആളുകളൊക്കെ കോടതിയിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഡി എൻ എ പ്രൊഫൈലിങ്ങിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. അത് പക്ഷേ ഇവരിവിടുന്ന് റെക്വിസിഷൻ ഡോക്ടേഴ്സ് ഇത് സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കമ്പാരിസണ് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടൊരു സമയത്താണ് ഈ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത്. വണ്ടിപ്പെരിയാർ കേസിലെ വിധിപ്പകർപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച കോടതി. 6 വയസ്സുകാരിയുടേത് കൊലപാതകം തന്നെയെന്ന് ശരിവെച്ച കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കി. കൊലപാതകം നടന്ന ഒരു ദിവസം കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലം സന്ദർശിച്ചത്. തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണ്. വിരലടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പരാജയപ്പെട്ടെന്നും കോടതി വിധിപ്പകർപ്പിൽ പറയുന്നു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ വിധിയറിഞ്ഞതോടെ കോടതിക്ക് മുമ്പിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി. കോടതിക്ക് പുറത്തേക്ക് വന്ന അർജുന് നേരെ അതിക്രമ ശ്രമവും നടന്നു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസി അർജുനെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് കുട്ടികളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല. വിധിയറിഞ്ഞതോടെ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി. പോലീസും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഉൾപ്പെടെ കേസ് അട്ടിമറിച്ചതായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ഞാൻ ഈ പുറത്തിരുന്ന് കണ്ട് ഈ കേട്ട മാതിരിയല്ല ഈ കേസ്, ഇത് വേറെ മാതിരിയായിട്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് പേടി തോന്നി. അപ്പോൾ ഇവർ നമുക്കതിലായിട്ട് ഒരു വിധി ഉണ്ടാക്കുമെന്ന് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വിധി വന്നത് നമുക്ക് വളരെ 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 ബുദ്ധിമുട്ടാണ്. മരിക്കാൻ തോന്നുന്നു. ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ ഒരുപാട് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടിയില്ല. അവൻ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം എഴുതി തയ്യാറാക്കിയ കേസാണിത്. ഇതിനെങ്ങനെ വെറുതെ പോകും? വിധിയറിഞ്ഞ ശേഷം പുറത്തുവന്ന അർജുനു നേരെ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാഞ്ഞെടുത്തു.
കേസന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്നും മതിയായ തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു. കോടതിയായിട്ട് തീരുമാനമാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അപ്പീൽസ് കോർട്ട് ഉണ്ടെന്ന് ഞാൻ പരിശോധിക്കും. ഇവിടെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? മാക്സിമം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണ്. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അന്വേഷണ ഘട്ടത്തിൽ നമുക്ക് അത്തരം തെളിവുകൾ ലഭിച്ചിരുന്നു. ഹാജരാക്കിയതാണ്. കോടതി വിധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരവുമായും രംഗത്തെത്തി. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയത് പോലീസും പ്രോസിക്യൂഷനും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആരോപിച്ചു. ഇക്കാര്യത്തിൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രതിയുടെ കുറ്റസമ്മതവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൊലപാതകവും ബലാത്സംഗവുമെല്ലാം ആധികാരികമായ തെളിവുകൾ തന്നെയായിരുന്നു. ഇവയെല്ലാം അട്ടിമറിക്കപ്പെട്ടത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കുടുംബത്തിന് നീതി ലഭിക്കണം. ഇതിന് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും എം പി പറഞ്ഞു. വണ്ടിപ്പെരിയാർ സംഭവത്തിലെ കോടതി വിധി അമ്പരപ്പിക്കുന്നതാണെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. കേസിൽ പുനരന്വേഷണം വേണം. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. വണ്ടിപ്പെരിയാറിലെ പിഞ്ചോമനയുടെ കൊലപാതക കേസിലെ വിധി അമ്പരിപ്പിക്കുന്നതാണ്. കേസിനാസ്പദമായ സംഭവം നടന്ന ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും സാക്ഷികളെ മൊഴിയെടുത്തും യഥാസമയം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കേസ് വാദിക്കുവാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് 13/8/21 ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തു നൽകുകയും അതിൻ പ്രകാരം 31/8/21 2564 നമ്പർ പ്രകാരം അഡ്വക്കേറ്റ് M. സുനിൽകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തിരുന്നു. കേസ് വിചാരണ പൂർത്തിയായി പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസ് പുനരന്വേഷണം നടത്തി കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുവാനും ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുവാനും വേണ്ട നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തു നൽകിയിട്ടുണ്ട്. ഈ വിവരം ഏവരെയും അറിയിക്കുന്നു. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ചില ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നത് അത്തരം നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും ഞാൻ നിർബന്ധിതമായി തീരുമെന്നും അറിയിക്കുന്നു. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പോലീസും ശ്രമിച്ചു എന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പ്രതിക്കെതിരെ ശരിയായ FIR തയ്യാറാക്കാൻ പോലും ഭരണകക്ഷി പോലീസിനെ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിനെ പറ്റി പൊതുജനങ്ങൾക്കുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതി രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പൊതുജനങ്ങളുടെ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളും പോലീസും കൂടി പോകുന്നത് എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്ക് നീതി കിട്ടും? 6 വയസ്സുകാരിയായ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ആ മാതാപിതാക്കളോട് ആ അമ്മയോടും ആ പിതാവിനോടും സഹകരിച്ച് നിൽക്കാതെ അവിടെ ആ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് എങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റിയതല്ല, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ സഹായിക്കുന്നു എങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ എന്തിനുള്ളതാണ്? പാവപ്പെട്ടവർക്കും പീഡനം അനുഭവിക്കുന്നവർക്കും നീതി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നാട്ടിലുള്ള എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അതോടൊപ്പം തന്നെ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു പ്രതിക്കെതിരെ ശരിയായ രീതിയിൽ FIR പോലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലീസിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ എന്നവർ ചിന്തിക്കണം. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി ഞെട്ടലുണ്ടാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ. നീതിപീഠത്തിൽ നിന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ
പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു. ആ ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത്. കുടുംബത്തിന് നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നീതിപീഠത്തിൽ നിന്നും നീതി ലഭിച്ചതായിട്ടുള്ള തോന്നൽ പോലും ഉണ്ടാകുന്ന സമീപനമല്ല ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേസിൽ ഒരു തുടർ അന്വേഷണം നടത്തണമെന്നാണ് CPI ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കുടുംബത്തെ സ്നേഹിക്കുന്നതായ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ അവസരം അറിയിക്കുക കൂടിയാണ്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതിയെ വെറുതെ വിട്ട സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES വിജിമോൾ. കേസിന്റെ വിധി ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. കോടതിയിൽ നിന്നുപോലും ഇരയ്ക്കും ബന്ധുക്കൾക്കും നീതി ലഭിക്കാത്ത സ്ഥിതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകും. സർക്കാർ വിഷയത്തിൽ അപ്പീലിന് പോകണമെന്നും കേസ് പുനരന്വേഷിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ES വിജിമോൾ ഏലപ്പാറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കുടുംബത്തിന്, ആ കുട്ടിക്ക്, മരണപ്പെട്ട കുട്ടിക്ക് ഒരു നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളിയെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. എന്നാൽ നമുക്ക് വേണ്ടി ആ കടമ നിർവഹിക്കേണ്ടത്, കേസ് അന്വേഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. കോടതിയിൽ അത് നന്നായി പ്രസന്റ് ചെയ്യേണ്ടത്, വാദിക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. കാരണം വാദിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പം എവിടേക്ക് എന്തൊക്കെയോ ചില ചേരായികകൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ളൊരു സംഭവമെന്ന് നമുക്കിതിനെ ഒരിക്കലും പറയാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഗവൺമെൻറ് ഈ കേസിൽ അപ്പീൽ പോകണം. കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള മഹിളാ സംഘവും ആവശ്യപ്പെടുന്നത്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയിൽ വ്യാപക പ്രതിഷേധം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാർച്ച് നടത്തി. കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി. തുടർ നടപടിക്ക് നമ്മുടെ ഈ നാട്ടിലെ കുഞ്ഞുപെങ്ങളൊപ്പം നിൽക്കാൻ പീരുമേട്ടിലെ CPM-ന്റെ പ്രസ്ഥാനത്തെ കരുത്തുറ്റ എല്ലാ സഖാക്കളും ഉണ്ടാവുമെന്ന് മുഴുവൻ സഖാക്കളെയും പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏലം കർഷകർക്ക് കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ കുത്തകപ്പാട്ട ഭൂമി വനഭൂമിയാക്കി മാറ്റിയെടുക്കുവാനുള്ള പ്രാരംഭ നടപടിയാണ് ചിന്നക്കനാലിൽ വനം വകുപ്പ് നടത്തിയ ശ്രമമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു.
ലക്ഷക്കണക്കിന് വരുന്ന ഏലം കർഷകരെ കുടിയൊഴിപ്പിച്ച് എടുക്കുവാനുള്ള വനംവകുപ്പിന്റെ നടപടിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാൻ കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകുക മാത്രമാണ് ഏക മാർഗം. 1897 ഓഗസ്റ്റ് 24 തീയതിയിലെ തിരുവിതാംകൂർ ഗവൺമെന്റ് വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കിയാണ് വനംവകുപ്പ് ഏലമലക്കാടുകൾ വനഭൂമിയാക്കി ചിത്രീകരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ഏലം കർഷകരെ കുടിയൊഴിപ്പിച്ച് എടുക്കുവാനുള്ള വനം വകുപ്പിന്റെ നടപടിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാൻ കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകുക മാത്രമാണ് ഏകമാർഗം. 50,000-ലധികം തുണ്ടുകളായി ഏലമലക്കാടുകളിലെ പട്ടയഭൂമിക്കിടയിൽ 10 സെന്റ് മുതൽ 2 ഹെക്ടർ വരെ വിസ്തീർണത്തിൽ കിടക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ കുത്തകപ്പാട്ട ഭൂമി ചിന്നക്കനാലിലേതുപോലെ വനഭൂമിയാക്കി മാറ്റുവാനുള്ള നടപടി ആവിഷ്കരിക്കുവാൻ വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കി വരുന്നു. ഈ വിജ്ഞാപനം ഏലമലക്കാടുകളുടെ പുറത്തുള്ള തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ, കാരിക്കോട് എന്നീ വില്ലേജുകളിൽ റിസർവ് വനത്തിന്റേതാണ്. അതിന് ഏലമലക്കാടുകളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൊടുപുഴ താലൂക്കിലെ 15,720 ഏക്കർ സ്ഥലം 1897 ഓഗസ്റ്റ് മാസം 24 തീയതിയിലെ 1392 പേജിലെ വിളംബര പ്രകാരം തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വനമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ രേഖയിൽ തിരുത്തൽ വരുത്തി 2,15,720 എന്നും 334 സ്ക്വയർ മൈൽസ് എന്നും പേജ് നമ്പർ 1392 എന്നത് 1932 എന്ന് തിരുത്തുകയാണ് ചെയ്തത്. എൽഎ പട്ടയമുള്ള കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള ഗൂഢശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഇതിന് വനംവകുപ്പും പരിസ്ഥിതി സംഘടനകളും കൂട്ടുനിൽക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. റെഗുലേഷൻ പ്രകാരവും അനുബന്ധ ചട്ടങ്ങൾ പ്രകാരവും കർഷകരിൽ നിന്ന് ഭൂമിയുടെ വില വാങ്ങി ഏലകൃഷിക്ക് വേണ്ടി പതിച്ചു നൽകപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് കർഷകരുടെ കൃഷിഭൂമിയുടെ ചേർന്ന് നിരവധി തുണ്ടുകളായി കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് നിലവിൽ പാട്ട വ്യവസ്ഥയിൽ കിടക്കുന്ന കൃഷിഭൂമി ആയതുകൊണ്ടാണ് കുത്തകപ്പാട്ടമായി ഉള്ളതിനെ നമുക്ക് പട്ടയമായിട്ട് നൽകണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. നിയമം മൂലം പതിച്ച് നൽകപ്പെട്ടിട്ടുള്ള കൃഷിഭൂമിയോട് ചേർന്ന് കിടക്കുന്ന കുത്തകപ്പാട്ട ഭൂമി ന്യായമായ തറവില വാങ്ങി ഭൂമി നിലവിൽ കൈവശം വച്ചിരിക്കുന്ന കർഷകരുടെ പേർക്ക് പതിച്ച് നൽകേണ്ടത് കർഷകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും തുടർന്നുള്ള കാർഷിക അഭിവൃദ്ധിക്കും ജീവിതത്തിനും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, ചിത്ര കൃഷ്ണൻകുട്ടി നായർ, STB മോഹൻദാസ്, PC മാത്യു, TC ചാക്കോ എന്നിവർ പങ്കെടുത്തു. ചിന്നക്കനാൽ റിസർവ് വനം സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിൽ ഗൂഢാലോചനയെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. വനാതിർത്തി പങ്കിടുന്ന കർഷകരുടെ ഭൂമി ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. കാർബൺ ഫണ്ട് എന്ന പേരിൽ ധനസമാഹരണത്തിനുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ താൽപ്പര്യമാണ് ഇതിന് പിന്നിൽ. ധൃതി പിടിച്ചുള്ള വിജ്ഞാപനം ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയാണ്. ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. അടിമാലി കുറത്തിക്കുടിയിൽ നിന്നും ആനക്കൊമ്പുകളുമായി വയോധികനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. ഇളംപ്ലാശ്ശേരി സ്വദേശികളായ ഉണ്ണിയെന്ന് വിളിക്കുന്ന സതീഷ്, ബാലൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആവറുകുട്ടി ഭാഗത്ത് വനമേഖലയിൽ ആനയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. കുറത്തിക്കുടി സ്വദേശി പുരുഷോത്തമനെ ഇക്കഴിഞ്ഞ 8-ന് വനപാലകർ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പുരുഷോത്തമനിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പ് അവറുകുട്ടി ഭാഗത്തെ വനത്തിൽ നിന്നും ശേഖരിച്ചത് ബാലനാണ്. ഇത് വിൽപ്പന നടത്തുന്നതിനായി ഉണ്ണിയെയും പുരുഷോത്തമനെയും ബാലൻ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നാണ് വനപാലകർ നൽകുന്ന വിവരം. സംഭവശേഷം ഉണ്ണിയും ബാലനും ഒളിവിൽ പോകുകയായിരുന്നു. ഇരുവരും ഇളംപ്ലാശ്ശേരിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരച്ചിലിലാണ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിച്ചു വരുന്നതായി അധികൃതർ പറഞ്ഞു. പിടിച്ചെടുത്ത ആനക്കൊമ്പുകൾക്ക് 9 കിലോയോളം തൂക്കം വരുന്നതാണ്. ഈ കൊമ്പുകൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആദ്യ പ്രതി പിടിയിലായത്. രാജാക്കാട് ഗവൺമെന്റ് ITയിൽ SFI KSU സംഘർഷം. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പരിക്കേറ്റ ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ITയിൽ 22-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത്. നോമിനേഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. KSU പ്രവർത്തകർ നോമിനേഷൻ നൽകാനെത്തിയപ്പോൾ SFI പ്രവർത്തകർ തടയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് KSU ആരോപിച്ചു. അതേസമയം KSU ജില്ലാ നേതാക്കൾ ക്യാമ്പസിൽ കയറി പ്രവർത്തകരെ മർദ്ദിച്ചതായി SFIയും ആരോപിക്കുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി.
പോസ്റ്റൽ GDS ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. NFPE സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. 8 മണിക്കൂർ ജോലിഭാരം കണക്കാക്കി ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്ത GDS ജീവനക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകുക, കമലേഷ് ചന്ദ്ര കമ്മീഷന്റെ അനുകൂല ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക, 12, 24, 36 വർഷം സർവീസ് പൂർത്തിയാകുമ്പോൾ സാമ്പത്തിക അപ്ഗ്രഡേഷൻ അനുവദിക്കുക, ആർജിത ലീവ് 180 ദിവസം അനുവദിക്കുക, GDS ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, അർഹമായ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, പരിധി 5 ലക്ഷമെങ്കിലുമായി ഉയർത്തുക, പെൻഷൻ പദ്ധതിയായ SDBSലെ സർക്കാർ കോൺട്രിബ്യൂഷനും ജീവനക്കാരുടെ കോൺട്രിബ്യൂഷനും വർദ്ധിപ്പിച്ച് മിനിമം പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. NFPE സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ജോലിയെടുക്കുന്ന പോസ്റ്റൽ ജീവനക്കാർക്ക് ടാർജറ്റ് അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും AN രാമചന്ദ്രൻ പറഞ്ഞു. നമ്മളെ തപാൽ ജീവനക്കാരെ കത്ത് വിതരണത്തിനും മണി ഓർഡർ വിതരണത്തിനും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വിതരണത്തിനും സ്പീഡ് പോസ്റ്റ് വിതരണത്തിനുമാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ SP വർക്ക് പിടിക്കുന്നുണ്ട്, RD വർക്ക് പിടിക്കുന്നുണ്ട്, SSA ചേർക്കുന്നുണ്ട്, RPLA ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അടിച്ചേൽപ്പിക്കുവാൻ ഈ അധികാരികൾ തയ്യാറായാൽ അതിനെ നമ്മൾ ചെറുത്ത് പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അശാസ്ത്രീയമായ ടാർഗറ്റ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ മേൽ കുതിര കയറുന്ന IP തൊട്ടുള്ള മേൽ ഓഫീസർമാർ അവരുടെ ആ നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം, നമ്മുടെ പല ജീവനക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മേലധികാരികൾ. നിങ്ങൾ പണിമുടക്കത്തിലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ നാണം കെട്ടവന്മാരോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ പോരാട്ടം നടത്തി നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ് നിങ്ങൾ ഇന്ന് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സമരത്തിലും പങ്കാളികളായിട്ടുള്ളവരല്ല. താഴേക്കടയിലുള്ള ജീവനക്കാര് ശമ്പള കമ്മീഷനുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ആ പോരാട്ടത്തിന്റെ ഫലമാണ് നിങ്ങൾ ഇന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സമരത്തിൽ യൂണിയൻ നേതാക്കളായ AG രാജപ്പൻ, TJ എബ്രഹാം, കൊച്ചറ മോഹനൻ എന്നിവർ സംസാരിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയെത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. ഇതോടൊപ്പം അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടാനുള്ള സൗകര്യവും യാത്രയിൽ ലഭ്യമാക്കും. വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും. നബാർഡ്, കൃഷിവകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കൃഷി വിജ്ഞാൻ കേന്ദ്രം, ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും. മരിയാപുരത്തെത്തിയ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ നിർവഹിച്ചു. ബാങ്കുകളിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനും ഒക്കെയായിട്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ ബാങ്ക് മുഖാന്തരം ലഭ്യമാകുന്ന ലോണുകളും കൃത്യമായ തിരിച്ചടവുകളും അതേപോലെ അതിലൂടെ ലഭ്യമാകുന്ന ഇൻഷുറൻസ് പദ്ധതികളും കൃഷി മേഖലയിലെ അധിഷ്ഠിതമായി നമുക്ക് ലഭ്യമാകുന്ന പദ്ധതികളും അതേപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമുക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ, അങ്ങനെയുള്ള മറ്റ് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു ടീം തന്നെയാണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ ആനുകൂല്യങ്ങളെ ലഭിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൃതജ്ഞതയോടെ ഓർക്കാതെ കണ്ട് അത് എത്തരത്തിലാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രയോജനം ചെയ്യുന്നത്, അതിലൂടെ നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന പദ്ധതികൾ നമുക്ക് വിഭാവനം ചെയ്യുമ്പോൾ ഇപ്പോൾ യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ നമുക്ക് സംരംഭ മേഖലയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പരിശീലന പരിപാടികളും അതിനു വേണ്ടുന്ന സപ്പോർട്ടും എല്ലാം തരുന്നുണ്ട്. അത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് കുടുംബശ്രീ മുഖാന്തരം വരുന്ന ടീമുകൾക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സംരംഭ മേഖലകൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ടാണ്. ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി, നാഷണൽ ടീ ബോർഡ് അംഗം തുളസീധരൻ പിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിനി ഷിബു, യൂണിയൻ ബാങ്ക് ഇടുക്കി ശാഖാ മാനേജർ മനോജ് M ഉണ്ണി, കർഷകയായ സിന്ധു ചാക്കോ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകി.
പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ആധാർ സേവനങ്ങളും പരിപാടിയിൽ ലഭ്യമാക്കി. റവന്യൂ വകുപ്പ് ഭൂമി വിട്ടു നൽകാത്തത് മൂലം ചിന്നക്കനാലിലെ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിൽ. ഏതാനും നാളുകൾക്ക് മുൻപ് കുട്ടിയാനെ ഉൾപ്പെടെ മാലിന്യം ഭക്ഷിച്ചത് വിവാദമായതോടെ അടിയന്തരമായി സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഭൂമി ലഭ്യമാകാത്തത് മൂലമാണ് മാലിന്യ സംസ്കരണം സാധ്യമാകാത്തതെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ചിന്നക്കനാലിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കാട്ടാനകൾ ഭക്ഷണം തേടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഹൈക്കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി. ഭൂമി വിട്ടു നൽകാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി ആരംഭിക്കാനായില്ല. 2-3 സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു സജഷനായി വെക്കുകയും ആ സ്ഥലങ്ങൾക്കെല്ലാം ഫോറസ്റ്റുകാർ ഒബ്ജക്ഷൻ പറയുകയാണ്. ആന വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റിന്റെ ഒരു തടസ്സം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ ഒരു പെൻഡിങ്ങായി കിടക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഈ വ്യാപാരികളെല്ലാം വളരെ ബുദ്ധിമുട്ടുകയാണ്. ഈ സൂര്യനെല്ലി ടൗണിലെല്ലാം ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അവരും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഡെയിലി പഞ്ചായത്തിനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനായിട്ട് രാവിലെ 4 മണിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പും ഒക്കെ ഈ 1 ഏക്കർ സ്ഥലം, ഈ 10-16,000 ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഒരേക്കർ സ്ഥലം കണ്ടെത്താനായിട്ട് എന്താണ് ഇതിനകത്ത് വിസമ്മതം കാണിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഇപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം. ഇത്രയും നാൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ ഇവിടെ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിന് മുമ്പിൽ വരെ സമരം നടത്തിയതാണ്. വിവിധ മേഖലകളിൽ കണ്ടെത്തിയ ഭൂമിക്ക് വനംവകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് 75 സെന്റ് സ്ഥലം കണ്ടെത്തിയെങ്കിലും ഇത് രേഖകൾ പ്രകാരം കൈമാറാത്തതിനാൽ പണി ആരംഭിക്കാനായിട്ടില്ല. ടൂറിസം മേഖലയായ ചിന്നക്കനാലിലെ റിസോർട്ടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യങ്ങളും സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യവും ജലസ്രോതസ്സുകളിലടക്കം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം മാലിന്യങ്ങൾ വന്യമൃഗങ്ങൾ ഭക്ഷിക്കുന്നതും പതിവാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പക്ഷാഘാതമടക്കമുള്ള ഗുരുതര രോഗാവസ്ഥ നേരിടുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇടുക്കിയിൽ ഇല്ലെന്ന് പരാതി. രോഗാവസ്ഥയുടെ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് ജീവിതകാലം മുഴുവൻ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരുണ്ട് ഹൈറേഞ്ചിൽ. അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൗകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഹൈറേഞ്ചിൽ നിന്നും രോഗിയെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് 4-5 മണിക്കൂറുകൾ യാത്ര ചെയ്യണം. ഉൾനാടൻ മേഖലയിൽ നിന്ന് ഇതിലും സമയമെടുക്കും. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രോഗി ഗുരുതരാവസ്ഥയിലായിരിക്കും. പക്ഷാഘാതം പോലുള്ള അസുഖം സംഭവിക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ നൽകാനോ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകാനോ സാധിക്കില്ല. ഇതോടെ ജീവിതകാലം മുഴുവൻ രോഗാവസ്ഥയിൽ കഴിയേണ്ട അവസ്ഥയിലാകും. മരണം വരെ സംഭവിക്കും. ഹൈറേഞ്ച് മേഖലയിലുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിൽ നേരിടുന്ന അപാകതകളുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് മമ്മി. കാരണം എന്ന് വെച്ചാൽ അന്ന് മമ്മിക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള അടിയന്തരമായ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് കോസ്റ്റ്ലി ആയ ഇഞ്ചക്ഷനാണ്. പക്ഷേ അത്തരത്തിലൊരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ, വളരെ വേഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. നമുക്കത് എത്ര തന്നെ അതിവേഗത്തിൽ നമ്മൾ ആംബുലൻസ് എത്തിച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ 5 മണിക്കൂറോളം വൈകിയാണ് അമൃത ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്നാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോഴേക്കും നമുക്ക് തലച്ചോറിലാകെ ബ്ലഡെല്ലാം ആയി നമുക്ക് സംഭവിക്കേണ്ട പരിണതഫലങ്ങളെല്ലാം ഉണ്ടായി. അതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ അനവധി ആളുകളാണ് ഈ ഹൈറേഞ്ചിലെ ചികിത്സാ സൗകര്യത്തിൻ്റെ അഭാവത്താൽ ഇത്തരത്തിൽ പെട്ടുപോകുന്നത്. പിന്നീട് ഇത് മാത്രമല്ല, ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലർക്കും ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട അടിയന്തര ചികിത്സകൾ പലതും കിട്ടാതെ പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം, അത് ഒന്നെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാവും, ഇല്ലെങ്കിൽ ഒരു പാതി ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയാവും. ഇത്തരത്തിൽ ഒരു വല്ലാത്ത ദുരിതാവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന നിരവധി ആളുകളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവിതം. ഇടുക്കിയിലെ ജനസംഖ്യാ നിരക്കനുസരിച്ച് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഒരുക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് സാധ്യമല്ല. സർക്കാർ സംവിധാനത്തിലോ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് എയർ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അടിയന്തര ഘട്ടങ്ങളിൽ
വേഗത്തിൽ രോഗികളെ മികച്ച ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 284, വിൽപ്പനയ്ക്ക് വന്നത് 85,541, വിൽപ്പന നടന്നത് 85,261, കൂടിയ വില 2,313, ശരാശരി വില 1,667. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,350, കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 950, കൊക്കോ 50, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,765 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു. കേസിൽ വിധി പറഞ്ഞത് അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് വി മഞ്ജു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയത് പോലീസും പ്രോസിക്യൂഷനും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇക്കാര്യത്തിൽ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഏലം കർഷകർക്ക് കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി വണ്ടൻമേട് കാടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ. ചിന്നക്കനാലിൽ വനം വകുപ്പ് നടത്തിയ ശ്രമം ഇടുക്കി ജില്ലയിലെ കുത്തകപ്പാട്ട ഭൂമി വനഭൂമിയാക്കി മാറ്റിയെടുക്കുവാനുള്ള പ്രാരംഭ നടപടിയെന്നും ആരോപണം. പക്ഷാഘാതമടക്കമുള്ള ഗുരുതര രോഗാവസ്ഥ നേരിടുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇടുക്കിയിൽ ഇല്ലെന്ന് പരാതി. അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൗകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.